നമ്മൾ ഈ അരി ക്ലീൻ ചെയ്യാം. അതിലുള്ള അഴുക്കും പൊടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അരി ക്ലീൻ ചെയ്യുക. കുറേ വെള്ളത്തിൽ ഇത് നന്നായിട്ട് കഴുകുക. എന്നിട്ട് എന്താക്കാം, നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ തിളച്ച വെള്ളത്തിലോട്ട് ഈ അരി നമ്മൾ ഇടുകയാണ്. അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഇടുകയാണ്. ഒരു പാത്രത്തിലേക്ക് നമ്മളിടും. കഴുകി വെച്ച ഓരോ അരിയും നമ്മൾ ആ പാത്രത്തിലേക്ക് ഇടുക. ആ പാത്രത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇട്ടിട്ട് അവസാനം നമ്മൾ അരിയൊക്കെ തീർന്ന് ഫുള്ളരി ഇടണം. നമ്മൾ ഫുള്ളരി ആ പാത്രത്തിലേക്ക് ഇടുക. നന്നായിട്ട് എന്താക്കുക, തീ കത്തിച്ച് കൊടുക്കുക. ഇവിടെ ഇപ്പം കുറച്ച് തീ കുറവാണ്, സാരമില്ല, നമ്മൾ കുറച്ചുകൂടി തീ കത്തിച്ച് കൊടുക്കുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ എന്താക്കണം, ഈ അരിയിട്ട വെള്ളത്തിൽ നമ്മൾ ഇടണം. ആദ്യം ഇടുന്നത് നമ്മളുടെ ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ, ഡാർക്ക് കളറിലുള്ള, അതാണ് ഇടുന്നത്. അതൊന്നും ഇത് നോക്കിയേ, 2 കണ്ണ് പോലെ ഇല്ലേ, ഒരു റൗണ്ട് കളറ്, അതിൽ 2 കണ്ണ്. അതിലേക്ക് നമ്മൾ എന്താക്കുക, കുരുമുളകും ഉപ്പും അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഇടുക. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിനാണ് കേട്ടോ ഇടുന്നത്. അതുപോലെ കുരുമുളകും ഒരു 2 സ്പൂണൊക്കെ കുരുമുളക് ഇടുക. അതിന് ശേഷം എന്താക്കുക, നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. ഈ വെള്ളത്തിലേക്ക്, അരിയിട്ട വെള്ളത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. കുറച്ച് ചേർക്കണം കേട്ടോ. നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കുക. നന്നായിട്ട് തീ കത്തുന്നുണ്ട് നോക്കുക. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടല്ലോ, അതൊക്കെ എന്താക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ അടച്ചു വെക്കുക. കുറച്ച് നേരം ഇത് വേവാൻ വേണ്ടി ടൈം എടുക്കും. അതുവരെ എന്താക്കുക, അടച്ചു വെക്കുക. നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ എന്താവും, ഈ അരി വേവും. അപ്പോൾ എന്താക്കുക, ആ അരിയും വെള്ളവും മിക്സ് ആയിട്ടല്ലേ ഉണ്ടാവുക, അത് സെപ്പറേറ്റ് ആക്കുക. അങ്ങനെ നമ്മൾ അരി ഉണ്ടാക്കി കഴിഞ്ഞു, ചോറിൻ്റെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യണം. എന്താക്കുക, നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ചിക്കൻ നന്നായിട്ട് കഴുകുക. അതിനുശേഷം എന്താക്കുക, അതിന് ചിക്കന് വേണ്ട മസാല തയ്യാറാക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ എന്താക്കുക, നന്നായിട്ട് ചതയ്ക്കുക ഒരു മിക്സിയിലിട്ടിട്ട്. പിന്നെ ക്യാപ്സിക്കോ ഒക്കെ നന്നായിട്ട് ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞിടുക. എന്നിട്ട് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തിടുക. അതിൻ്റെ അകത്തേക്ക് എന്താക്കുക, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയൊക്കെ ഇടുക. പിന്നെ അതിലേക്ക് മാഗി ക്യൂബും
പൊട്ടിച്ച് ചേർക്കാം. ഇത്രയൊക്കെ ആയിട്ട് എന്താക്കുക, ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ച് കഴുകി വെച്ച ചിക്കൻ എന്താക്കുക, ഈ മസാലയിലേക്ക് ഇടുക. എന്നിട്ട് ഫുള്ള് മസാല പിടിക്കുന്ന തരത്തിൽ എന്താക്കുക, ചിക്കൻ ഫുള്ള് മിക്സ് ചെയ്യുക ആ മസാലയിൽ. എന്നിട്ട് എന്താക്കുക, ഒരു 30 മിനിറ്റോളം അത് അങ്ങനെ തന്നെ വെക്കുക, ചിക്കനിലേക്ക് എന്താക്കാൻ ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താക്കുക, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ കുക്കറിലേക്ക് ഇടുക. ആദ്യം കുക്കറിൻ്റെ താഴെ എന്താക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ മസാലയിൽ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എന്താക്കുക, ചോറ് വെക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് എന്താക്കുക അതിൽ കുത്തി വെക്കുക. പിന്നെ കുറച്ച് എന്താക്കുക, മാഗി ക്യൂബും സൈഡിലായിട്ട് വെക്കുക. ലാസ്റ്റ് നമ്മളുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ചിക്കനും വേറെ ആക്കി വെക്കുക, ചോറും വേറെ ആക്കി വെക്കുക. ദെൻ നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ സെർവ് ചെയ്തു. പിന്നെ അതിലേക്ക് കുറച്ച് സാലഡും ചിക്കനൊക്കെ ഇടുക. എന്നിട്ട് നമ്മളത് കഴിക്കുക. ഓക്കെ.